എടാ ശിവനാസ് എത്തിടിച്ച് നിന്റെ അടുത്തൊക്കെ വീട്ടിൽ വന്ന് കാണില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അണ്ണ ഇത് കണ്ട അലക്സിന്റെ ആളാന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞപ്പോഴാ ചാടി അടിച്ച്. അവനെ ഒന്ന് തൂക്കണം അണ്ണ. ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് മാർക്ക് ചെയ്തങ്ങ് സ്കെച്ച് ഇടാം. ക്രയോണായാല ഇങ്ങോട്ട് മാസുകളല്ലേ അച്ഛ. എടാ അവിടുത്തെ ആ ഭിത്തിയിൽ ലവ് ചിഹ്നം വരച്ചത് ആര്? ലവ് ചിഹ്നോ? അത് ആപ്പിളാണ്. ഏത് ആപ്പിളിനാടാ പച്ച കളറ്? പച്ച ആപ്പിളുണ്ടല്ല. ഉത്തരം പറയുന്നതാടാ. നിന്റെ 10 വർഷത്തെ കോളേജ് പഠനത്തിൽ ഒന്നാമത്തെ സെമ്മിന്റെ റിസൾട്ട് എവിടെ? വന്നില്ല. എന്ത് വരാത്ത? വൈവ വാങ്ങിക്കാത്തോണ്ട് വന്നില്ല. ആന്ത് ഞാൻ ജാൻസിയുടെ ഒരു സെമിനാർ എടുത്തോണ്ട് വൈവ വേണ്ടെന്ന് വെച്ച്. അപ്പൊ റിസൾട്ട് എപ്പോ വരും? ഒരു 10 മാസം കഴിയും. എന്ത് പ്രസവിക്കുവാണോ അത്? ടൈം ടേബിള് വാങ്ങണ്ടേ? എടാ നീയൊക്കെ ഇത് കേക്കണം. തന്തയുടെയും തള്ളയുടെയും നടുക്കിടക്കുന്ന പോട്ടെ, കട്ടിലിൽ കിടന്ന് പെടുക്കൂടാ ഇവൻ. അത് പേടിയാണ്ടല്ലേ രാത്രി പോയി മൂത്രയിക്കാൻ. ഇവിടെ വന്ന് നില്ലറാ. വൈകിട്ട് 6 മണിക്ക് ഇവിടെ വീട്ടിൽ കയറിക്കോണം. പോ. സുത്തോടുണ്ട് മൂക്കളായിരിക്കുന്നു. പിന്നെ കരഞ്ഞ മൂക്കളായിട്ട് ഇവൻ പറഞ്ഞ പോലെ വീട്ടിൽ സീൻ തന്നെ. ടൂൾ എടുത്തില്ലല്ലോടാ. ചൂരലാണോ? സ്ഥലം എവിടെടാ? ഞാൻ കൂർക്കഞ്ചേരിന്നാ. എന്തിനാട്ടാ ഓരിയിടുന്നത്? അല്ല നിന്നെ വരവേറ്റതാ ഞങ്ങള്. ഹായ് ഹായ്, നൈസ് ടു മീറ്റ് യു. എറണാകുളം വരെയുള്ള ട്രെയിൻ ബുക്ക് ചെയ്ത്. അയ്യോ ബ്രോ, എനിക്കറിയില്ല അത്. എന്നാ ബസ് ബുക്ക് ചെയ്തെന്നാണ് ബ്രോ. എനിക്ക് അതും അറിയില്ല. ബ്രോയ്ക്ക് ഈ ATM പിൻ ജനറേറ്റ് ചെയ്യാൻ അറിയോ? അതും അറിയില്ല. ഓൺലൈനിൽ കൂടെ ഫുഡ് ഓർഡർ ചെയ്യാൻ അറിയാം? അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല. ഞാനും മൊണ്ണ, നീ ഒരു മൊണ്ണ. ഡേയ് എപ്പോ വന്ന്? ഒറ്റയ്ക്ക് സൗദി പോകുന്നിടത്തൊന്നും നമ്മൾ മിണ്ടാറില്ല. എടാ ഞാൻ പോയിട്ട് നിങ്ങളെല്ലാരും കൊണ്ടുപോകില്ലേ? പിന്നെ ഇയാൾ വണ്ടർലാ പോകില്ലേ ഞങ്ങളെ ഇവിടെ കൊണ്ടുപോകാൻ? ഇതാര് ചിട്ടി റോബോട്ട്? നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടുന്നല്ലേ നീ പറഞ്ഞേ? എടാ ടെക്നിക്കലി സ്പീക്കിംഗ് ഇറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ ഒരുമിച്ച് നടന്ന ഒരു കാലത്ത് രക്ഷപ്പെടൂല. എല്ലാവർക്കും അവനവന്റെ കാര്യം, എനിക്ക് മാത്രം എന്റെ കാര്യം. എടാ മറ്റന്നാ 8:30 ഫ്ലൈറ്റ്. പിന്നെ എന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ വീട്ടിൽ എത്തിച്ചേക്കാം. ശംഭു, ഞാൻ ഇനി മണലാരണ്യത്തിൽ തിരിച്ചു വരുമ്പോ കുറച്ച് വാരി കൊണ്ടുപോകാം. നീ പിണക്കം കാണിക്കുവാണ്. ചിരി വരുന്നു എനിക്ക്. ഈ മരുഭൂമിയിലൊക്കെ എത്ര പേര് കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെന്നറിയോ? ഇല്ല. ഉണ്ട്. ഞാൻ AC റൂമില്. അതിന്റെ റിമോട്ട് കളഞ്ഞു കൂടാ. ഞാൻ സൗദി ചെന്നിറങ്ങുന്ന നല്ല സമയത്താ. എന്തോ സൗദി ലോണോ? ഉടൻ തന്നെ നമുക്ക് കാണാൻ ചെയ്യും ലാല മലപ്പുറം ഓൺ ബിഗ് സ്ക്രീൻ. ഈ പേരുകൾ എങ്ങനെയാണോ? ഇപ്പൊ കുഞ്ഞാപ്പു ഉണ്ടായ കഥ പറഞ്ഞു. ഇപ്പൊ കരിമ്പുംകാട്ട് കോയ അല്ലേ? കരിമ്പുംകാടല്ല. പറ ഡോക്ടറെ, ഇവിടെ ഒന്ന് കൗൺസിൽ ചെയ്യണം. ഡോക്ടറെ, ഇയാളെന്ന് കൗൺസിലറാക്കണം. കൗൺസിലറല്ല, മുഖ്യമന്ത്രി കൂടി ആക്കാം. ഇത്ര പിള്ളേരുണ്ട്. ഇനി രാത്രിയുള്ള അടി വേണ്ട കേട്ടാ. പിള്ളേരൊക്കെ വളർന്നു വരെയല്ലേ. എവിടെ എന്താ മോളെ പ്രശ്നം എന്താ? ഡോക്ടർ, ഇയാൾക്ക് എന്നെ ഭയങ്കര ഡിബേറ്റ് ഡൗട്ട്. നമ്മ പോക വേണ്ടിയ ട്രെയിനിക്ക് പ്ലാറ്റ്ഫോമിൽ നിൽക്കും. അങ്ങനെയല്ലേ, പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നമ്മ വന്ന ട്രെയിനിൽ നമ്മ ട്രെയിനിൽ കയറി എവിടെയെങ്കിലും പോണം. കാരണം പിച്ചിൻ്റെ ഒക്കെ പറയണേ. തറവാട്ടി പറഞ്ഞ ഒരു പുരുഷൻ ഒരിക്കലും സ്വന്തം ഭാര്യയെ വരുണ്ടേ. ഹലോ, എടാ നിനക്ക് കാശല്ലേടാ തരണ, നീയൊക്കെ എന്തോന്ന് പോയി കാണിച്ചു കൂട്ടണ? ഒരു ഉത്തരവാദിത്തം കാണിക്കടാ. വൈകിട്ട് വാ കേട്ടാ. അല്ല, എൻ്റെ ഭാര്യ ബ്യൂട്ടി പാർലറിലൊന്ന് പോയി. അപ്പോൾ അവളെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു CID ഏർപ്പാടായി. അവൻ്റെ കണ്ണു പൊട്ടിച്ച് അവൾ പോയിരിക്കുന്നു. CID ഹാപ്പി ബർത്ത്ഡേ ഡ്യൂഡ്. എന്ത് ചൂടാടാ. ഇവിടെ ചൂട് കുറവല്ലേ? ഇത്ര മരങ്ങളൊക്കെ ഉണ്ടാണ്ട്. നിങ്ങളവിടെ അല്ലേ ചൂട്? ഞങ്ങളവിടെ ചൂടുണ്ട്, പക്ഷെ എന്റെ വീട്ടിൽ AC ഉണ്ട്. ബാബുനെ കാണാൻ പറ്റുന്നുണ്ടോ? അതല്ലെന്ന്. ഓസ്ട്രേലിയൻ പിക്കാച്ചോ എവിടെ? ഇന്ത്യൻ സുനിത. എടാ, ഈ സൈനുദ്ദീന്റെ മോള് ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന പറഞ്ഞു.
ഇപ്പോഴത്തെ പെമ്പിള്ളാരൊന്നും ശരിയല്ലടാ. നമ്മുടെ ജംഗ്ഷനിൽ തന്നെ കുട്ടി നിക്കറ് വിട്ട് തുടയും കാണിച്ചോണ്ട് നിൽക്കുന്നത്. ਨੀ ਤੂੰ ਸੋਹਣੀ ਬਾਲੀ ਕਰਦਾ ਦਿਲ ਮਿਲਣ ਨੂੰ ਕਾਲੀ ഇതിനവിടെ കാണാനില്ലായിരുന്നല്ലോ. ഞാൻ കുറച്ചു നാൾ കാനഡയിലായിരുന്നു. അറിയോ ഹാഷ് വിനായക് റൈറ്റ് നിൽക്കുന്ന വിനായകും ഇട നിൽക്കുന്നത് ഹാഷും. വെയിലും മഴ കുറുക്കന്റെ കല്യാണം. കുറുക്കന് ഒരു പെണ്ണ് സെറ്റായി ഇങ്ങനെ നടന്നോ. വേനലിൽ പൊള്ളാതെ നീർ പെയ്തു നീ ചെയ്യാതെ ഞാൻ അവന്റെ ഒരു പ്ലാനിങ്. ഇവിടെ കണ്ടവന്റെ ഒക്കെ കല്യാണത്തിന് എന്റെ വാപ്പായ്മ കൊടുത്തതിന് കൈ കണക്കില്ല. ഞാൻ ഒരു 10 lakhs എങ്കിലും പിരിയുന്നു വിചാരിച്ചു. എന്നിട്ട് പിഴിഞ്ഞല്ലോ എല്ലാരോടും. പന്തല് ജബ്ബാർ കാശിന് കൊലക്കുറ്റൊന്നും ചെയ്തല്ലോ. മിക്കവാറും ഒരു കൊല നടക്കും. ഹാപ്പിനെസ് എന്നല്ലേ ഇക്ക എന്റെ കല്യാണത്തിന് അത്ര സംഭാവന കിട്ടിയില്ല. അംബാനിയുടെ കല്യാണത്തിന് എത്ര രൂപ പിരിഞ്ഞത്? എന്റെ കണക്കൂട്ടലൊന്ന് കഴിച്ച്. എടാ പിഴച്ചോനെ ആന മുക്കുന്നുണ്ട് ആട് മുക്കരുത്. അതെന്നെ കാട്ടം കിട്ടും കവറില്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ബീറ്റ് റേഡിയേഴ്സ് വരാൻ അല്പം വൈകി. വരുന്ന വഴിക്ക് സിഗ്നൽ ചുമലാത്തി കിടന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിനെ പറ്റി വലിയ ധാരണയില്ല. അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് അഫോർഡബിൾ റേറ്റിൽ പഠിക്കാൻ പറ്റും. ഇല്ല വീട്ടിൽ വരും. ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബീറ്റ് ട്രേഡേഴ്സ് കിടു. അല്ല ഇദ്ദേഹത്തിന്റെ മറ്റേ ചീറ്റിയ പ്ലാൻ ഒരു കല്യാണം കഴിച്ച് അതിൽ നിന്നിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നല്ല 3 പ്ലാൻ. ദിവാകരന്റെ മോനുണ്ട് കൂട്ട്. അവനെ കണ്ടുപോയി ഒരു ദുശീലവും അളിയോ എനിക്ക് നല്ല സംശയം സിഗരറ്റ് വലി തുടങ്ങി. അപ്പം സമയം കിട്ടുമ്പോ അവനെ എന്തുവാണ് ഇതൊന്നും വലിക്കരുതെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നേ അച്ഛാ. ചൂടൊക്കെയല്ലേ തണുക്കാനായിട്ട്. ആട്ടം കാണും ഇന്നല്ല എടാ മുതിർന്ന ആരുമില്ലേ? ഇത് എന്താ ഇത് കിട്ടും പറ ഡാഡിയൊക്കെ ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ചേട്ടനെ കൊണ്ട് എന്ത് കാണിക്കാനാണ്? അല്ല ചേട്ടനാണോ ചെക്കൻ? എന്റെ ചേട്ടനാണ്. ശരിയാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.